السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖത്റാത്തുൻ തൽമഉ എന്ന് പറയുന്ന മസ്റഹിയായിരുന്നു, ഒരു നാടകമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ആ ഒരു പാഠത്തിലെ ആക്ടിവിറ്റീസുകളാണ്, തുടർ പ്രവർത്തനങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. എന്താണ് ഒന്നാമത്തെ ആക്ടിവിറ്റി? നൊഇദു വസ്ഫൻ ലിശ്ശഖ്സിയാത്തിൽ ആതിയ. നൊഇദു നമുക്ക് തയ്യാറാക്കാം, വസ്ഫൻ എന്ന് പറഞ്ഞൊരു കുറിപ്പ് തയ്യാറാക്കാം എന്നാണ്, ഒരു വിവരണം തയ്യാറാക്കാം. ലിശ്ശഖ്സിയാത്തിൽ ആതിയ താഴെ കൊടുത്തിട്ടുള്ളതായ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങളായി വന്നിട്ടുള്ള ആളുകളെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അവയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വസ്ഫ് തയ്യാറാക്കാനാണ് കേട്ടോ, ഒരു ലഘു വിവരണം തയ്യാറാക്കുവാനാണ്. അവിടെ ഒരു മിസാൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, അൽ ഖാലി, ഖാലിയെക്കുറിച്ചുള്ളൊരു വസ്ഫട കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഖാലി ആരായിരുന്നു? ജഡ്ജ് ആയിരുന്നു അല്ലേ ഖാലി എന്ന് പറയുന്നത്. ഉംറുഹു 50, അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരുന്നു? 50 വയസ്സായിരുന്നു. വഹുവ ഫി സിയിൽ ഹാക്കിം, വഹുവ അദ്ദേഹം ഫി സിയിൽ ഹാക്കിം ഒരു ഹാക്കിമിൻ്റെ, ഒരു വിധികർത്താവിൻ്റെ വേഷത്തിലാകുന്നു. സി എന്ന് പറഞ്ഞാൽ വേഷം, വസ്ത്രം എന്നാണ് കേട്ടോ. അമാമഹു തോവിലത്തുൻ, അദ്ദേഹത്തിന് മുൻപിലായിട്ട് ഒരു തോവിലയുണ്ട്, ഒരു ടേബിളുണ്ട്. വഹുവ യജ്ലിസു, അദ്ദേഹം ഇരിക്കുന്നത് അലൽ മിനസ്സത്തി യുവാജിഹുൽ ഹഫ്ല, അലൽ മിനസ്സ, ആ ഒരു മിനസ്സയിലാണ് അല്ലേ. മിനസ്സ എന്താണെന്നൊക്കെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ജഡ്ജി ഇരിക്കുന്ന ആ ഒരു കൂട് പോലത്തെ ഒരു സ്ഥലത്തിനാണ് മിനസ്സ എന്ന് പറയുന്നത് അല്ലേ. നമ്മളതിൽ സാക്ഷികൾ നിൽക്കുന്ന സമയത്ത് അതിന് സാക്ഷിക്കൂട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? മിനസ്സയിലാണ് ആരിയിരിക്കുന്നത്? ജഡ്ജി ഇരിക്കുന്നത്. യുവാജുൽ ഹഫ്ല, അവിടെയുള്ള ഒരാളുകളെ ഫേസ് ചെയ്തുകൊണ്ട്, അവർക്ക് അഭിമുഖമായിക്കൊണ്ട് എന്നാണ്. ഇനി നമ്മൾ അൽ മുദ്ദായിയെ കുറിച്ചാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. ആരായിരുന്നു മുദ്ദായി? മുദ്ദായിയായിട്ട് വരുന്നത് ആ വെള്ളത്തുള്ളി ആയിരുന്നു അല്ലേ, ഖത്റത്തുൽ മാ ആയിരുന്നു. ഖത്റത്തുൽ മാ ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു വയസ്സോ അല്ലെങ്കിൽ അതിൻ്റെ വേഷമൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇനി നമുക്കിവിടെ എന്താണ് പറയാൻ പറ്റുന്നത്? അൽ മുദ്ദായി എന്നുള്ളിടത്ത് ഖത്റത്തുൽ മാ എന്നെഴുതാം, വെള്ളത്തുള്ളി. നമുക്ക് ആ നാടകം നോക്കുന്ന സമയത്ത് ഖത്റത്തുൽ മാ എന്ത് ചെയ്യുന്നു? ആ ഒരു മിനസ്വയിൽ നിൽക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ എന്ത് എഴുതാം? മുദ്ദായി എന്നുള്ളിടത്ത് ഖത്റത്തുൽ മാ എന്നെഴുതാം. വഹിയ, അവൾ എന്ത് ചെയ്യാണ്? തഖൂമു, വഹിയ തഖൂമു അല മിനസ്വത്തി ഷുഹൂദ്, അല്ല സാക്ഷിക്കൂടിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. മുവാജിഹച്ചൻ അൽ മുത്തഹിമ, മുവാജിഹച്ചൻ ഫേസ് ചെയ്തുകൊണ്ട്, അൽ മുത്തഹിമ ആരെയാണ്? പ്രതിയെ ഫേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ. അങ്ങനെ നമുക്കതിൻ്റെ വസ്ഫ് എഴുതാൻ പറ്റും. ഇനി അടുത്തതാരാണ്? അൽ മുത്തഹമാണ് അല്ലേ, പ്രതിയായിരുന്നു. നമ്മുടെ നാടകത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് അൽ മുത്തഹിമാരാണ്. ഷാബുൻ ഉംറുഹു സലാസൂൻ, 30 വയസ്സുള്ളൊരു യുവാവാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റും അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്? ആ മിനസ്വത്ത് ഷുഹൂദിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? വഹുവ യഖൂമു അല മിനസ്വത്ത് ഷുഹൂദ്, വഹുവ യഖൂമു അല മിനസ്വത്ത് ഷുഹൂദ്. പിന്നെ ഏത് വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? അദ്ദേഹം ഒരു പാൻറ്റും ഷർട്ടുമാണ് ധരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എന്താണ് പാൻറ്റിന് പറയുക? ബൻതലൂൻ എന്നാണ് കേട്ടോ. പിന്നെ ഖമീസ് എന്നാണ് ഷർട്ടിന് പറയുക. ലാബിസൻ അൽ ബൻതലോൻ വൽ ഖമീസ്, ലാബിസൻ ധരിച്ചവനായിക്കൊണ്ട്, അൽ ബൻതലോൻ പാൻറ്റും, വൽ ഖമീസ് ഒരു ഷർട്ടും ധരിച്ചവനായിക്കൊണ്ട്. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി അടുത്തതാരാണ്? അഷാഹിദുൽ അവൽ, ഒന്നാമത്തെ സാക്ഷിയാണ് അല്ലേ. ആരായിരുന്നു ഒന്നാമത്തെ സാക്ഷിയായിട്ട് വരുന്നത്? സുംബൂർ ആയിരുന്നു ഒന്നാമത്തെ സാക്ഷിയായിട്ട് വരുന്നത്. സുംബൂർ ആ ടാപ്പായിരുന്നു അല്ലേ. എന്താണ് നമുക്ക് ടാപ്പിനെ കുറിച്ചൊരു വസ്ഫ് എഴുതാൻ പറ്റുന്നത്? നോക്കൂ, നമുക്ക് ആ പാഠഭാഗത്തിൽ അത് ആ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? വഹുവ യഖൂമു അല മിനസ്വത്തു ഷുഹൂദ്, അസുംബൂറു വഹുവ യഖൂമു അല മിനസ്വത്തു ഷുഹൂദ്. അതെന്ത് ചെയ്യുന്നുണ്ട്? സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്നുണ്ട്.
ഇനി അടുത്തതാരാണ്? ഷാഹിദു സാനിയാണ് അല്ലേ. രണ്ടാമത്തെ സാക്ഷി ആരായിരുന്നു? ക്യാമറ അദ്ദക്ക ഉൽ ഇസ്തിനാഇ ആയിരുന്നു. എന്താണ്? AI ക്യാമറയാണ് അടുത്ത സാക്ഷിയായിട്ട് വരുന്നത്. യഖൂമു അത്തസ്വീർ വത്തഖ്സീൻ എന്നൊക്കെ നമുക്കതിനെക്കുറിച്ച് എഴുതാൻ പറ്റും. അതെന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോ എടുക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. യഖൂമു അത്തസ്വീറു വത്തഖ്സീൻ എന്നെഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അൻഷിദ നോക്കാം. നഖറഉൽ ആയത്തുൽ കരീമ വനഫ്ഹമു മആനിഹ ثم نتحدث عن سوء استهلاك الماء في المناسبات المختلفة ونعدها. എന്താണ് അവിടെ ചോദ്യത്തിൽ പറയുന്നത്? നഖറഉൽ ആയത്തുൽ കരീമ, താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ആയത്ത് നമുക്ക് വായിക്കാമെന്നാണ് അല്ലേ. വനഫ്ഹമു, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. മആനിഹ, അതിൻ്റെ ആശയം മനസ്സിലാക്കാം. സുമ്മന തഹദ്ദസു, പിന്നീട് നമുക്ക് സംസാരിക്കാമെന്നാണ്. അൻസൂ ഇസ്തിഹ്ലാക്കിൽ മാ, വെള്ളം മോശമായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. ഫിൽ മുനാസബാത്തിൽ മുഖ്തലിഫ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വെള്ളം വെറുതെ പാഴാക്കി കളയുന്നതിനെ കുറിച്ച് നമുക്ക് എഴുതാം അല്ലെങ്കിൽ സംസാരിക്കാമെന്നാണ്. വനുഇദ്ദുഹ, എന്നിട്ട് നമുക്കത് എഴുതി തയ്യാറാക്കാമെന്നാണ് അല്ലേ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ആയത്ത് നോക്കൂ. വകുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്ന് പറയുന്ന ആയത്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. വകുലു, നിങ്ങൾ തിന്നുകയും വഷ്റബു, നിങ്ങൾ കുടിക്കുകയും ചെയ്യുവീൻ. വലാ തുസ്രിഫു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അമിതമാക്കരുത്, അമിതമായി നടത്തരുത് എന്നാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, കാരണം എന്താണ്? അവൻ അഥവാ അല്ലാഹു തആല ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നില്ല അൽ മുസ്രിഫീൻ, അമിതമായിട്ട് ചിലവഴിക്കുന്നവരെ അല്ലെങ്കിൽ ദൂർത്ത് കാണിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആയത്ത് വായിച്ചല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തിൻ്റെ അമിത ഉപയോഗത്തെക്കുറിച്ച്, ആ ഒരു വെള്ളം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മോശമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ താഴെ കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് വെള്ളം പാഴാക്കി കളയുന്നത് എന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. ഒന്നാമത്തത് എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ഫിൽ മദാരിസി എന്നാണ്. സ്കൂളുകളിലാണ് അല്ലേ. സ്കൂളുകളിൽ എങ്ങനെയാണ് വെള്ളം പാഴാക്കി കളയുന്നത്? കുട്ടികൾ അശ്രദ്ധമായിട്ട് ടാപ്പ് തുറന്നിട്ട് വെള്ളം പാഴാക്കി കളയും അല്ലേ. അതുപോലെ തന്നെ ഫിൽ ബുയൂത്ത്, വീട്ടിലെങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വെള്ളം പാഴാക്കി കളയുന്നത്? ഇതുപോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യും? ടാപ്പ് തുറന്നിട്ട് വെള്ളം കളയും. അതുപോലെ തന്നെ വസ്ത്രം അലക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായി കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അമിതമായിട്ട് വെള്ളം പാഴാക്കി കളയുന്നുണ്ട്. അതുപോലെ ഫിൽ മസാജിദ്, പള്ളികളിലാണ് അല്ലേ. മസാജിദ് പള്ളികളാണ്. പള്ളികളിൽ എന്താണ്? ഒലോനും മറ്റു ആവശ്യങ്ങൾക്കുമായിക്കൊണ്ട് ആവശ്യത്തിലധികം അനാവശ്യമായിക്കൊണ്ട് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? പാഴാക്കി കളയുന്നുണ്ട്. നമുക്ക് എങ്ങനെ അത് അറബിയിൽ എഴുതാൻ പറ്റും? ഫിൽ മദാരിസി എന്നുള്ളടത്ത് യഫ്തഹുത്തുല്ലാബ് വസ്സുംബൂറ വയറ്റുറുക്കുഹു ഓഫിലീൻ. യഫ്തഹുത്തുല്ലാബ്, വിദ്യാർത്ഥികൾ തുറക്കുന്നു, എന്താണ്? തുറന്നിടുന്നു. അസ്സുംബൂറ, ടാപ്പ് തുറന്നിടുന്നു. വയറ്റുറുക്കുഹു ഓഫിലീൻ, എന്നിട്ട് എന്താണ്? അശ്രദ്ധരായിക്കൊണ്ട് അല്ലെ, ശ്രദ്ധിക്കാതെ അതങ്ങനെ വിട്ടേച്ചു പോവുകയും ചെയ്യുന്നു എന്നാണ് അല്ലേ. യഫ്തഹുത്തുല്ലാബ് വസ്സുംബൂറ വയറ്റുറുക്കുഹു ഓഫിലീൻ. അടുത്തത് ഫിൽ ബുയൂത്ത് എന്നാണ്. വീടുകളിൽ എങ്ങനെയാണ് വെള്ളം നമ്മൾ അമിതമായി ചിലവഴിക്കുന്നത് എന്നാണ്. നോക്കൂ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യസ്തഖ്ദിമു അഫ്റാദുൽ ഉസ്റ അൽ കസീറു മിനൽ മാഇ ലിസ്തിഹ്മാമി വഗ്സ്ലിൽ മലാബിസ്. യസ്തഖ്ദിമു അഫ്റാദുൽ ഉസ്റ, കുടുംബത്തിലെ ആളുകൾ വെള്ളം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അൽ കസീറു മിനൽ മാ, ധാരാളം വെള്ളം. ലിസ്തിഹ്മാമി, ഇസ്തിഹ്മാം എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നാണ് കേട്ടോ. വഗ്സ്ലുൽ മലാബിസ്, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കഴുകുവാനുമൊക്കെ ആയിട്ട്, വൃത്തിയാക്കുവാനുമൊക്കെ ആയിട്ട് ധാരാളം വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. ഇനി ഫിൽ മസാജിദ്, പള്ളികളിൽ എങ്ങനെയാണ് വെള്ളം അമിതമായി ചിലവഴിക്കുന്നത് എന്നാണ്. യസ്തഖ്ദിമുന്നാസു കസീറൻ മിനൽ മാഇ ലിൽ വുളൂഇ എന്നാണ് കേട്ടോ. ആളുകൾ വുളു എടുക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം ഉപയോഗിക്കുന്നു എന്നാണ്. ഇനി അതിന് താഴെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. നുമസിലു ആദിഹി തംസീലിയ വനുസജ്ജിൽ ഫീദിയോ ലഹ. അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഈ ഒരു നാടകം നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ചിത്രീകരിച്ചിട്ട് വീഡിയോ ആക്കി വെക്കാം എന്നാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക.
അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ബാദ ഇൻതിഹാഇൽ ഇജ്റാഅത്തിൽ മഹ്കമിയ, കോടതി നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം ഖറജൽ മുത്തഹമു വൽ മുദ്ദഇ മിനൽ മഹ്കമ, അങ്ങനെ എന്ത് ചെയ്തു? ആ വാദിയും പ്രതിയും കോടതിയിൽ നിന്നും പുറപ്പെട്ടു, അല്ലെ പുറത്തേക്ക് വന്നു എന്നാണ്. ഫദാറ ബൈനഹുമാ ഹിവാറുൻ, ആ സമയത്ത് അവർക്കിടയിൽ ഒരു കോൺവെർസേഷൻ, ഒരു സംസാരം നടന്നു. നതഖയ്യലു വനുഇദു അൽ ഹിവാർ, ആ ഒരു സംഭാഷണം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആ ഭാവനയിൽ കൊണ്ടുവരാം എന്നാണ്, എന്നിട്ടത് തയ്യാറാക്കാം എന്നാണ് കേട്ടോ. എന്തൊക്കെയായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ആ ഒരു സംഭാഷണം അവിടെ എഴുതാണ് വേണ്ടത്. എന്തായിരിക്കും മുത്തഹം പറയുന്നത്? അൽ മുത്തഹമാണ് ആദ്യം വരുന്നത് അല്ലെ. എന്തായിരിക്കും? നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ എന്നായിരിക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയാം നമുക്ക്, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ സഹോദര എന്നൊക്കെ പറയാം. അഫ്വൻ യാ അഹി എന്ന് പറയാം കേട്ടോ. അഫ്വൻ യാ അഹി എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആ ഒരു വാദി പറയുന്നത്? മുദ്ദഇ വാദി എന്തായിരിക്കും പറയുന്നത്? ലാബാസ് അല്ലേ, ഒരു കുഴപ്പവുമില്ല എന്നാണ്. ലാബാസ് ലാ തുസ്രിഫിൽ മാ അബദ, ലാ തുസ്രിഫ്, നീ എന്ത് ചെയ്യരുത്? ദൂർത്ത് കാണിക്കരുത്, അമിതമാക്കരുത്. എന്തിൽ? മാ, വെള്ളത്തിൻ്റെ വിഷയത്തിലല്ലേ. ലാ തുസ്രിഫിൽ മാ, വെള്ളം അമിതമായിട്ട് ചിലവഴിക്കരുത്. അബദൻ, ഒരിക്കലും നീ എന്ത് ചെയ്യരുത്? വെള്ളം അമിതമായിട്ട് ചിലവഴിക്കരുത് എന്നായിരിക്കാം. അപ്പോൾ മുത്തഹം നമ്മുടെ പ്രതി എന്തായിരിക്കും വീണ്ടും പറയുന്നത്? അന അഫ്ഹമു അഹ്മിയത്തുൽ മാ, അന അഫ്ഹമു, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അഹ്മിയത്തുൽ മാ, വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. വലം ഉഖദിറു ഹാദൽ ഖത മറത്തൻ ഉഖ്റ, വലൻ ഉഖദിറ, ഞാൻ ആവർത്തിക്കുകയേ ഇല്ല എന്നാണ് കേട്ടോ. വലൻ ഉഖദിറ, ഞാൻ ആവർത്തിക്കുകയേ ഇല്ല. ഹാദൽ ഖത, ഈ ഒരു തെറ്റ്, മറത്തൻ ഉഖ്റ, ഒരു തവണ കൂടി, ഒരിക്കൽ കൂടി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കുകയേ ഇല്ല എന്നാണ്. അപ്പോൾ എന്തായിരിക്കും മുദ്ദഇ പറയുന്നത്? ശുക്രൻ യാ അഖി, അല്ലെ, താങ്ക് യു സഹോദര. ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു അൻഷിതയും കൂടെ നോക്കാം. നുലാഹിദുൽ കലിമാത്തുൽ മുലവ്വന ഫിൽ തസ്രീഹാത്തിൽ ആതിയ വനഖ്താറു മിന തംതീലിയ കലിമാത്തിൽ ഹാലിൽ മുമാസില. നുലാഹിദു അൽ കലിമാത്തുൽ മുലവ്വന, അവിടെ ആ ഒരു കളർ കൊടുത്തിട്ടുള്ളതായ പദങ്ങൾ ശ്രദ്ധിക്കാനാണ്. താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു സെൻറ്റൻസുകളിൽ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതായ പദങ്ങളെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് വനഖ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാമെന്നാണ്, മിന തംസീലിയ, ആ ഒരു നാടകത്തിൽ നിന്ന്, കലിമാത്തിൽ ഹാലിൽ മുമാസില, ഇതുപോലെയുള്ള ഹാലിനെ അറിയിക്കുന്ന പദങ്ങൾ. ഹാലി എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നാണ് കേട്ടോ. ടീച്ചർ പറഞ്ഞുതരാം എന്താണ് ഹാലി എന്ന് പറഞ്ഞാൽ. ടീച്ചർ ഇവിടെ ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. റജഅൽ വലതു നാജിഹൻ, കുട്ടി വിജയിച്ചവനായി മടങ്ങി എന്നാണ്. റജഅൽ വലതു, കുട്ടി മടങ്ങിയിട്ടുണ്ട്. നാജിഹൻ, എങ്ങനെയാണ് മടങ്ങിയിട്ടുള്ളത്? വിജയിച്ചവനായിക്കൊണ്ട്. അപ്പോൾ കുട്ടി മടങ്ങുമ്പോൾ ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? വിജയിച്ചവനായിരുന്നു അല്ലേ. ഞാൻ സന്തോഷവാനായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു അവസ്ഥ എന്താണ്? ആ സന്തോഷവാനായിക്കൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ ക്ഷീണിതനായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഞാൻ ക്ഷീണിതനാണ്. ഇങ്ങനെ ഒരു അവസ്ഥയെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് നമ്മൾ ഹാലി എന്ന് പറയുന്നത് കേട്ടോ. ഹാലി എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നാണ്. അപ്പോൾ ഒരു സെൻറ്റൻസിലെ ഫായിലിൻ്റെയോ അല്ലെങ്കിൽ മഫ്ഊലിൻ്റെയും ഒക്കെ അവസ്ഥയെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് ഹാലി എന്ന് പറയുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ വായിച്ചു നോക്കാം നമുക്ക്. എൽതഫിത്തുൽ ഖാലി ഇലൽ മുത്തഹമി ജിദിയൻ, എൽതഫിത്തുൽ ഖാലി, ജഡ്ജി തിരിഞ്ഞു നോക്കി എന്നാണ്. ഇലൽ മുത്തഹമി, ആ ഒരു പ്രതിക്ക് നേരെ, ജിദിയൻ, ഗൗരവത്തോട് കൂടിയിട്ട് എന്നാണ് അല്ലേ. അപ്പോൾ ഖാലി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഖാലി എങ്ങനെയാണ് നോക്കുന്നത്? വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത് എന്നാണ്. അപ്പോൾ ആ ഒരു ഖാലിയുടെ അവസ്ഥ പറയാനാണ് അവിടെ ഏത് പദം വന്നിട്ടുള്ളത്? ജിദ്ദിയൻ എന്നുള്ള ഒരു പദം അവിടെ വന്നിട്ടുള്ളത്. രണ്ടാമത് നോക്കൂ. എൻനുറുൽ മുത്തഹമു, പ്രതി നോക്കുന്നു. ഇലൽ ഖാലി, ജഡ്ജിയെ നോക്കുന്നു. ഖലീഖൻ, അസ്വസ്ഥനായിക്കൊണ്ടാണ് പ്രതി എന്ത് ചെയ്യുന്നത്? ജഡ്ജിയെ നോക്കുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ ആ ഒരു പ്രതിയുടെ അവസ്ഥ എന്താണ്? അസ്വസ്ഥനാണ് അല്ലേ. അതുപോലെ ഒന്നാമത്തെ സെൻറ്റൻസിലാണ് എങ്കിൽ ജഡ്ജി എന്താണ്? വളരെ ഗൗരവത്തിലാണ് പ്രതിയെ നോക്കുന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെ എന്താണ്? ഇവിടെ ഒരു അവസ്ഥയെ പറയാൻ വേണ്ടി വന്നിട്ടുള്ള പദങ്ങളാണ് ഏത്? ജിദിയൻ എന്ന് പറയുന്നതും
ഖലിക്കൻ എന്ന് പറയുന്ന 2 പദങ്ങളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാലായിട്ട് വരുന്ന പദങ്ങളുടെ അവസാനത്തിൽ എപ്പോഴും നെസ്ബായിരിക്കും വരുന്നത്, അഥവാ ഫതഹായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ജിദിയൻ അതുപോലെ ഖലിഖൻ എന്നൊക്കെ പറയുവാനുള്ള കാരണം. നേരത്തെ ടീച്ചർ പറഞ്ഞ ഉദാഹരണത്തിലാണ് എങ്കിൽ റജഅൽ വലതു നാജിഹൻ എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഹാലായിട്ട് വരുന്ന പദങ്ങളുടെ അവസാനത്തിൽ എപ്പോഴും നെസ്ബായിരിക്കും അഥവാ ഫതഹായിരിക്കും വരുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് നാടകത്തിൽ വന്നിട്ടുള്ള ഇത്തരം പദങ്ങളെയാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഓലിബൻ കണ്ടില്ലേ? ഓലിബൻ യാ സയ്യിദി. ഓലിബൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോപിച്ചുകൊണ്ട് എന്നാണ് അല്ലേ. പിന്നെ താഴെ ജിജിയൻ എന്ന് കാണാൻ പറ്റും, അതൊരു തവണ വന്നിട്ടുള്ളതാണ്. അതുപോലെ അതിന് താഴെ തന്നെ ഖാലിഅൻ. ഖാലിഅൻ എന്ന് പറഞ്ഞാൽ വിനയാജിതനായിക്കൊണ്ട് എന്നാണ് അല്ലേ. ഇനി അതിന് താഴെ നോക്കൂ, മുതഅക്കിദൻ. മുതഅക്കിദൻ ഉറപ്പിച്ചുകൊണ്ട് എന്നാണ്. ഉറപ്പിച്ചുകൊണ്ട് മുതഅക്കിദൻ. ഇനി 36-ാമത്തെ പേജിലായിട്ട് അടുത്ത പേജിലായിട്ട് കാണാൻ പറ്റും ജാഹിദൻ. കണ്ടോ? ജാഹിദൻ. അതുപോലെ തന്നെ ഓലിബൻ ലിൽ മുത്തഹമി അല്ലെ, ഓലിബൻ എന്ന് പറയുന്നത്. അതുപോലെ താഴെ ഹായിറൻ എന്ന് പറയുന്നതും മുഷീറൻ. കണ്ടല്ലോ? മുഷീറൻ ഇല സുംബോർ അല്ലെ, ടാപ്പിന് നേരെ ചൂണ്ടിക്കൊണ്ട് എന്നാണ്. ഹായിറൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പരിഭ്രാന്തനായിക്കൊണ്ട് എന്നാണ് കേട്ടോ. ഇനി അടുത്ത പേജിലായിട്ട് ഖലീഖൻ. കണ്ടല്ലോ? ഖലീഖൻ അതൊരിട്ടം വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വാസിഖൻ. കണ്ടോ? വാസിഖൻ. അപ്പോൾ ഇതുപോലെയുള്ള പദങ്ങളാണ് നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടത്. ടീച്ചർ കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലെയുള്ള പദങ്ങൾ കണ്ടെത്തി എഴുതാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് താഴെയുള്ളൊരു ആക്ടിവിറ്റി നോക്കാം. നുമാരിസുൽ ഖത്ത എന്നാണ് അല്ലേ, എഴുത്ത് പരിശീലിക്കാനാണ്. അവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾ അതുപോലെ എഴുതി നോക്കുകയാണ് വേണ്ടത്. ലൊല്ലൽ ബത്തലു നജ്മൻ സാത്യാൻ എന്നാണ്. ലൊല്ലൽ ബത്തലു നജ്മൻ സാത്യാൻ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് അതുപോലെ നിങ്ങൾ എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത്. അടുത്ത പേജിലായിട്ട് മോജമുൽ മുഫ്രദാത്തും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ പദങ്ങളുടെ ഡിക്ഷണറി, പുതിയ വേർഡ്സുകളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി നമ്മുടെ 2-ാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോസ് അയച്ചു കൊടുക്കുകയും കൂടെ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.